ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ എല്ലാവർക്കും? ഒരുപാട് നാളുകളായി നമ്മളൊരു വീഡിയോ ചെയ്തിട്ട് അല്ലേ. ഇന്ന് നമ്മളൊരു പെരുന്നാൾ വ്ളോഗാണ് കേട്ടോ ചെയ്യുന്നത്. അതായത് നമ്മളുടെ അമ്മയുടെ വീട്ടിലെ, അതായത് വെള്ളാറ്റഞ്ഞൂരിലെ പെരുന്നാളാണ് കേട്ടോ ഇന്നും നാളെയും. അപ്പോൾ 25th വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 25th 26th എപ്പോഴും ഡേറ്റിനാണ് അവിടെ ഉണ്ടാവാറ് കേട്ടോ. അപ്പം ഞങ്ങളൊരു ഉച്ച കഴിഞ്ഞിട്ടുണ്ട്. കാരണം 25th ഒരു സൺഡേ ആണല്ലോ. അപ്പോൾ പള്ളിയിലേക്കൊക്കെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഉച്ച 2:30 നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. നമ്മളുടെ വീട്ടിൽ അമ്പ് കണ്ടിട്ട് നമ്മൾ ഒരുപാട് നാളായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അമ്പ് കാണാൻ വേണ്ടിയിട്ട് തന്നെ ആകാംക്ഷയോടെ കാത്തിരിക്കുക. അപ്പോൾ ഞാൻ പറയുകയാണ് നിങ്ങളുടെ അടുത്ത്, അതായത് അമ്പ് നമുക്ക് കാണാൻ പറ്റുക മതിയാവും. അതാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരുപാട് ലെങ്തി ആവേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഒരു വോയിസ് ഓവറും ചെയ്യുന്നത് കേട്ടോ. നമ്മളുടെ അമ്മയുടെ വീട് എന്ന് പറയുന്നത് വെള്ളാറ്റഞ്ഞൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതായത് വെള്ളം ആറായി വന്ന് 5 ഊരിലേക്കായിട്ട് പോകുന്ന സ്ഥലം അല്ലെങ്കിൽ ഊര്, അതാണ് വെള്ളാറ്റഞ്ഞൂർ എന്ന് പറയുന്നത്. ഇതൊരു ഗ്രാമമാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ റോഡുകളൊക്കെ നിങ്ങൾക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റും. ടാറിടാത്ത റോഡാണ്. ഒരുപാട് വികസനങ്ങളൊന്നും എത്തിയിട്ടില്ല ഇപ്പോഴും. നമ്മുടെ വീട്ടിൽ അങ്ങനെ റേഞ്ച് കുറച്ച് കമ്മിയായിരിക്കും ഉണ്ടാവുക. ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിലുള്ള ഒരു നാട് തന്നെയാണ് ഇപ്പോഴും ഞങ്ങളുടെ വെള്ളാറ്റഞ്ഞൂർ. അതുകൊണ്ട് തന്നെ നമ്മളുടെ അമ്മയുടെ വീട് എന്ന് പറയുമ്പോൾ ആലോചിക്കുമ്പോൾ തന്നെ ഒരു സമാധാനം എന്ന് പറയുന്ന ആ ഒരു എലമെൻറ്റൊക്കെ നമുക്ക് ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് പണ്ട് മുതലേ അമ്മ വീട്ടിലെ പെരുന്നാൾ അതൊരു പ്രത്യേകത തന്നെയാണ്. ഇത് നമ്മുടെ വല്യച്ഛനും വല്യാൻ്റെയുമാണ്. അവർ ഗുജറാത്തിൽ നിന്ന് ഇപ്രാവശ്യമാണ് അവർ ആദ്യമായിട്ട് പെരുന്നാൾ കാണാൻ വേണ്ടി വരുന്നത്. അല്ലെങ്കിൽ ഡയസിന്, അതായത് ഡയസ്മോൻ കുറച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും ഡയസിന്. അപ്പോൾ ഡയസിന് എക്സാമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സമയത്ത് അവർ വരാറില്ല. വെക്കേഷൻ്റെ ടൈമിലായിരിക്കും വരിക. അപ്പോൾ അവർ ഒരുപാട് നാളുകൾക്ക് ശേഷം അമ്പ് പെരുന്നാൾ കാണാൻ. ഞങ്ങൾ വീടെത്തിയപ്പോഴും അമ്പ് എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ 2 വീടിൻ്റെ അപ്പുറം അമ്പ് നടന്നുകൊണ്ടിരിക്കുക. അപ്പം ഞങ്ങൾ ആദ്യം അവിടെ പോകാമെന്ന് വിചാരിച്ചു. അവരുടെ കൂടെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് കയറാമെന്ന് വിചാരിച്ചു. ഇതാണ് ഡയസ്മോൻ, മറ്റേത് കുഞ്ഞൻ, ഇത് ആൽഫിൻ. ഇവരാണ് എൻ്റെ 3 അനിയന്മാർ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മളുടെ വീട്ടിലും അമ്പ് കയറി. മുന്നിലത്തെ വീട്ടിൽ നിന്ന് നമ്മളുടെ വീട്ടിലേക്കാണ് വന്നത്. ഇനി ഈ വീട്ടിൽ നിന്നും അടുത്ത വീട്ടിലേക്ക് നമ്മളെല്ലാവരും അമ്പിനെ തൊട്ട് വണങ്ങി പ്രാർത്ഥിച്ച് ഇനി നമ്മൾ കൊട്ട് കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ശിങ്കാരിമേളത്തിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ കുഞ്ചിഞ്ചിൻ കൊട്ടുന്നവരുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇവരുടെ അടുത്ത് ഓൾറെഡി ചോദിച്ചു വെച്ചു, നിങ്ങൾ സ്റ്റെപ്പ് ഇടില്ലേ എന്ന്. അപ്പോൾ നമുക്കത് കണ്ടു. നമ്മളുടെ ഒരു വിശ്വാസം അനുസരിച്ചാണ് ഈ അമ്പ് കൊണ്ടുപോകുന്നത്. അതായത് അമ്പ് നമ്മളുടെ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ അടുത്ത വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. നമ്മളുടെ വീട്ടിൽ നിന്ന് കുഞ്ഞനായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു അടുത്ത വീട്ടിലേക്ക് വേണ്ടിയിട്ട്. അമ്പ് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ഒരു വിശ്വാസ പ്രഖ്യാപനം കൂടിയാണ് കേട്ടോ അത്. അമ്പൊക്കെ പോയി നമ്മൾ ചായ കുടിക്കാൻ പോവാം. ഇതെൻ്റെ ഡയസ്മോൻ എടുത്ത് തന്ന വീഡിയോ ആണ്. ഇതെൻ്റെ അമ്മാമ്മ, ഇതെൻ്റെ അമ്മ, ഇതാണ് കുഞ്ഞൻ, നമ്മുടെ കുഞ്ഞച്ഛൻ്റെ 2ാമത്തെ മോൻ. അവന് തീരെ ഇഷ്ടമല്ല കുഞ്ഞൻ എന്ന് വിളിക്കുന്നത്. ഇതാണ് എൻ്റെ കുഞ്ഞച്ഛൻ. അപ്പോൾ അതിൻ്റെ അപ്പുറത്തിരിക്കുന്നത് വലിയ മമ്മി. ഞങ്ങളുടെ അമ്മയുടെ വീട്ടിൽ 4 മക്കളാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ വലിയച്ഛനെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. വലിയച്ഛൻ എന്ന് പറയുന്നത് അമ്മയുടെ തൊട്ട് താഴെയുള്ള അനിയനാണ്. അനിയന്മാരിൽ മൂത്തതായതുകൊണ്ട് ഞങ്ങളാളെ വലിയച്ഛൻ എന്നും താഴെയുള്ള ആളെ കുഞ്ഞച്ഛൻ എന്നും വിളിക്കുന്നു. ക്യാഷിന് കുറച്ച് മേടിച്ചാലും ചേച്ചായിരുന്നു. ഒരു ഓർമ്മയില്ലേ? നിങ്ങൾക്കിന്നറിയാം, ബെസ്റ്റ് എന്റർടൈനിങ് പേഴ്സൺസ് ആർ ഹിയർ. ഇങ്ങേ വന്ന എല്ലാവർക്കും தெரியும். നിങ്ങൾ ചിലപ്പോൾ ഈ മുഖം ആദ്യമായിട്ടാണ് കാണുന്നത്. എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. എന്തെങ്കിലും
പിന്നെ guys, അതിന്റെ ശേഷം Peace out. ഇവിടെ collaboration നടക്കുകയാണ്. ഞാൻ ഇങ്ങനെ ആൾക്കാർ വലിയ സ്ഥലത്ത് നിന്ന് പുനേയിൽ നിന്നൊക്കെയാണ് വരുന്നത്. ചേച്ചിന്റെ യൂട്യൂബ് ചാനലായ യൂട്യൂബ് ചാനൽ പേര് സ്വാഗതം. നല്ല സുന്ദരമായ വെളിച്ചെണ്ണ ഫുൾ അടിപൊളി കണ്ടാണ് ഫോളോ മല്ലിപ്പൊടി എന്റെ പാത്തായിരുന്നു പ്രതീക്ഷിക്കുന്നു. അവൻ അവന്റെ സ്കില്ല് കാണിക്കാൻ പോകുകയാണ്. കഴിഞ്ഞ എടാ 100 കെട്ടില്ലാട്ടോ ഇതില്. നമ്മൾ 4 കസിൻസ്, ഇനിയും നമ്മുടെ 1 more കസിൻ നമ്മൾ കാണാൻ പോവുകയാണ്. ഞങ്ങള് അമ്മ വീട്ടില് 6 കസിൻസ് ആണ് ഉള്ളത്. ഇപ്പോ കല്യാണം കഴിഞ്ഞ് 2 പേര് കൂടുതൽ വന്നിട്ടുണ്ട്. അപ്പൊ അതിലത്തെ ഒരു കസിന്റെ അടുത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇതാണ് അവരുടെ വീട്. നിറയെ മാലബൾബൊക്കെ ഇട്ടിട്ട് നമ്മളിങ്ങനെ ഏതാ മോനെ വിളിച്ചു കഴിഞ്ഞു കൊടുത്തു. അയ്യോ, വേറൊരു മോനോടെ കരഞ്ഞോണ്ടിരിക്കുക. ഇത് നമ്മള് വേറൊരു പയ്യൻ. വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ ഏതമ്മോൻ്റെ അടുത്തേക്ക് പോയിട്ട്, അതായത് സ്റ്റെഫി ചേച്ചിയുടെ വീട്ടിലേക്ക് പോയി. അവിടെ നമ്മുടെ ഏതമ്മോനും ഹേഡൻകുട്ടനും ഉണ്ടായിരുന്നു. ഇതൊക്കെ അവരുടെ കാറിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ. ഏതമ്മോന് മാത്രമല്ല, ഏതമ്മോൻ്റെ അപ്പനും അപ്പൻ്റെ ചേട്ടനും ഒക്കെ കാർ വരാന്ന് നന്നായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കളക്ഷൻസൊക്കെ ആയിട്ട് ഉള്ള വീഡിയോസാണ് കേട്ടോ. ഇതൊക്കെ എനിക്ക് ആൽഫിനെന്ന് തോന്നുന്നത് എടുത്താൽ നിൽക്കണേ. ഇതാണ് നമ്മുടെ ഹേതൻകുട്ടൻ. ഇറങ്ങിയാ ഇവിടേക്ക് ഗോരില്ലോ അവരുണ്ടാവും ഇവിടെ പോളാർ ബിയർ ഉണ്ടല്ലോ. എപ്പോഴാ കണ്ടേ? അമ്പിൻ്റെ കൂടെ ഡാൻസ് കളിക്കാൻ വേണ്ടി മാത്രം ഞങ്ങൾ ഒരു യൂണിറ്റ് കഴിഞ്ഞ് അടുത്ത യൂണിറ്റ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഏത് യൂണിറ്റാണോ പള്ളിയിൽ കയറുന്നത് അത് കഴിഞ്ഞ് അടുത്ത യൂണിറ്റിൽ ഞങ്ങൾ കയറും.
അങ്ങനെ ലാസ്റ്റ് ഒരു അത്യുജ്വലമായ മെഗാ ബാൻഡ് മേളത്തിന് ശേഷം നമ്മുടെ തിരുനാൾ ആഘോഷങ്ങൾക്ക് നിറവും സന്തോഷവും കൂട്ടിച്ചേർക്കാൻ ഇനി ഒരുക്കപ്പെടുകയാണ് വർണ്ണമഴ. സംഗീതത്തിന്റെ താളത്തിനൊത്ത് വർണ്ണങ്ങൾ ആകാശത്ത് നിന്ന് പെയ്യുമ്പോൾ ഈ ദേവാലയ തിരുമുറ്റം മുഴുവൻ ഉല്ലാസത്തിലും ആവേശത്തിലും മുങ്ങുന്ന അപൂർവ നിമിഷങ്ങൾക്ക് നാം ഏതാനും നിമിഷങ്ങൾക്കകം സാക്ഷിയാവുകയാണ്. അമ്പുകേരലും വാദ്യമേളവും എല്ലാം കഴിഞ്ഞ് വർണ്ണമഴയും കഴിഞ്ഞ് നമ്മൾ പള്ളിയിൽ കയറി ഒന്ന് പ്രാർത്ഥിച്ചു. ഇത് പെരുന്നാൾ കഴിഞ്ഞു, ഇനി അടുത്ത ദിവസം തിരുനാളാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.